പെന്റഗൺ വളരെ ആസൂത്രിതമായി ഒരു കരയുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടന്നു എന്ന് അമേരിക്കയിലെ മിക്ക പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു വലിയ നീക്കം നടക്കുന്നത് ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴത്. ആ കടലിടുക്കിന്മേലുള്ള വ്യാപാര പാത അല്ലെങ്കിൽ ആ കപ്പൽ പാത വളരെ സുഗമമാക്കാൻ വേണ്ടി അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നത്. അതിന് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കയറ്റുമതി കേന്ദ്രം അത് കാർഗ് ഐലൻഡാണ്, അത് പിടിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ ഈ ഹോർമൂസുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഹോർമൂസ് കടലെടുക്കിന്റെ നിയന്ത്രണത്തിന് വേണ്ടി സഹായിക്കുന്ന ലാർക്ക് ഐലൻഡ്, അതുപോലെ അബു മൂസ, ഇങ്ങനെ ദ്വീപുകളുണ്ട്. ഈ ദ്വീപുകളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് ഇറാന് ശക്തമായ ഒരു തിരിച്ചടി നൽകുക. അതേപോലെ തന്നെ പരമാവധി മറീനുകൾ അവിടെ എത്തിച്ചുകൊണ്ട് നേരിട്ടൊരു യുദ്ധത്തിലേക്ക് അമേരിക്ക കടക്കാൻ പോകുന്നു എന്ന് ഇറാന്റെ ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ശക്തമായ, അതായത് അവിടുത്തെ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വളരെ പെട്ടെന്നൊരു അറ്റാക്ക്, ആ അറ്റാക്കിൽ വളരെ വേഗം തന്നെ അവരെ ദുർബലപ്പെടുത്തുന്ന, അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി വളരെ വേഗം പിന്നെ ദൗത്യം അവസാനിപ്പിക്കുന്ന ഒരു പുതിയ യുദ്ധതന്ത്രത്തിലേക്ക് അമേരിക്ക കടക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം ഈ ഒരു ഭാഗത്തെ ചർച്ച എന്ന് പറയുന്നത് ട്രംപിന്റെ ഒരു ചതിയും വഞ്ചനയുമാണ്. ചർച്ച എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു കരയുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് അമേരിക്ക നടത്തുന്നത്. അതുകൊണ്ട് അതിശക്തമായ തിരിച്ചടി അമേരിക്കയ്ക്ക് ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് മാത്രമല്ല, ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് സേനാ താവളങ്ങൾ ഒരുക്കുന്ന, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന ഇടങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടുകളെയൊക്കെ വിശ്വസിക്കാമെങ്കിൽ അമേരിക്ക ഒരു കരയുദ്ധത്തിനുള്ള ആസൂത്രണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇബ്രാഹിം ഇവിടെ എന്താണ് ഇപ്പോ നമ്മളൊരു ചെറിയ ചർച്ചയ്ക്ക് അത്രേ ഉള്ളൂ. അതായത് അങ്ങോട്ടേക്ക് കരയാക്രമണം നടത്തി കഴിഞ്ഞാൽ ഇത് അവിടുത്തെ അമേരിക്കൻ സൈനികരുടെ കൂട്ടക്കൊലപാതകങ്ങൾക്ക് ഇവിടെ കാരണമാകുമെന്ന് പറയുന്നത് അമേരിക്കക്കാർ മാത്രമല്ല, പുറത്തുള്ള പല യുദ്ധവിദഗ്ധർ പറഞ്ഞു, പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന രീതിയിലുള്ള കാർഗ് ഐലൻഡ് അടക്കം എന്ന് പറഞ്ഞാൽ ഇവർ കുറെ അധികം വർഷങ്ങളായി ഇതിനുള്ള പ്ലാനിങ്ങിൽ കാത്തിരുന്ന് അവരുടെ മിലിറ്ററി മൊബിലൈസേഷൻ അടക്കം വെച്ചുകൊണ്ട് ഇനിയും പുറത്തെടുക്കാത്ത യുദ്ധങ്ങൾ വെച്ചുകൊണ്ട് അവർ അമേരിക്കൻ കരസേന മണ്ണിലേക്ക് ഇറങ്ങാൻ കാത്തിരിക്കുകയാണ്. എന്തിനാണ്? കൊന്നുകൊലയെടുക്കാനാണ് കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി ട്രംപ് തയ്യാറാവും എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ ട്രംപിന് അതല്ലാതെ മറ്റു വഴിയില്ല. കാര്യം വിജയം പ്രഖ്യാപിച്ച് പിന്മാറുക എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഹോർമൂസ് കടലെടുക്ക് അടഞ്ഞു കിടക്കുന്നിടത്തോളം കാലം ട്രംപിന് ഏകപക്ഷീയമായി വിജയം പ്രഖ്യാപിച്ച് പിന്മാറുക. ഇപ്പം ഞങ്ങൾ ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുമ്പോഴും അവിടെ ഹോർമൂസ് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അതവിടെ എന്താണ് ആ വിജയപ്രഖ്യാപനം മണ്ടത്തരവും കള്ളത്തരമാണ് ലോകം തിരിച്ചറിയും. ഹോർമൂസ് തുറക്കണം, ഇറാനുമായി ചർച്ച ഉണ്ടാവണം, എന്നാൽ ഫ്രൂട്ട്ഫുള്ളായ ചർച്ച ഉണ്ടാവണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോസ്റ്റൽ ബെൽറ്റിൽ സൈനികാക്രമണം നടത്തണം. അത് അമേരിക്കയെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. ഇപ്പോഴും പെട്ട് കിടക്കാണ് ട്രംപ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.